ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കിയാലോ? സാധാരണ ലെമണും ഡേറ്റ്സും കൂടി ഇട്ടാണ് ഇത് അച്ചാർ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ നെല്ലിക്കയിൽ പരീക്ഷിക്കുകയാണ് കേട്ടോ, കാട്ടുനെല്ലിക്കയിൽ. ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കടുകിട്ട് കറിവേപ്പിലയിട്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പ്, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ആവശ്യത്തിന് നമുക്കൊരു പാകം ഉണ്ടല്ലോ, ആ ഒരു പാകത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഉലുവാപ്പൊടിയും കടുക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മാത്രം വിനീഗറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു വിനീഗറും കൂടെ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡേറ്റ്സ്, കുരു കളഞ്ഞ് നമ്മുടെ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനൊരു 2 ദിവസം ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഉള്ളതാണ് ഈ നെല്ലിക്ക അച്ചാർ.